നമ്മുടെ ഇന്ത്യ പോസ്റ്റിൻ്റെ കീഴിൽ, അതായത് നമ്മുടെ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. പലരും ചോദിച്ച് വരുന്നതാണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ നല്ല വശങ്ങളും മോശമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു അപേക്ഷയിലേക്ക് കൊടുക്കാനായിട്ടുള്ളത്. ഒന്നാമത് വേക്കൻസി, പിന്നെ അതിൻ്റെ അപേക്ഷാ ഫീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഫ്രീ ആയിട്ടുള്ള അപേക്ഷയൊക്കെ ആകുമ്പോൾ നമുക്ക് അതൊന്ന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല. പിന്നെ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ആകുമ്പം പിന്നെ പോക്ക് വരവിൻ്റെ ആ ചിലവും കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ എല്ലാ പോസ്റ്റിലും വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പറയലില്ലെങ്കിലും എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമായതുകൊണ്ടാണ് അധികം പറയാത്തത്. പക്ഷേ ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ വരുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു അപേക്ഷ വന്നിട്ടുണ്ട്. ഓഫ്ലൈൻ അപേക്ഷയാണ്. നിങ്ങൾക്ക് ഇവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൊടുത്തതായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ സംശയങ്ങളുടെ ടെലിഫോൺ നമ്പർ ഉണ്ട്, അതുപോലെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ബന്ധപ്പെടാം, അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം നോക്കാവുന്നതാണ്. ആദ്യം MB മെക്കാനിക്, അതായത് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് വന്നിട്ടുണ്ട് 6 ഒഴിവ്. ബാക്കി എല്ലാത്തിനും ഓരോരോ ഒഴിവാണ് കേട്ടോ. പിന്നെ MB ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്, ടർണർ, വെൽഡർ, അതുപോലെ തന്നെ ടയർമാൻ വന്നിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് സ്മിത്ത് വന്നിട്ടുണ്ട്. 11 ഒഴിവുകളാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സാലറി അപേക്ഷിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. 19,900 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി പറയുന്നത്. ലെവൽ 2 ആണ് പേ സ്കെയിൽ നൽകപ്പെടുന്നതെന്ന് ഇവിടെ കാണാൻ സാധിക്കും. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 31/3/2026 ആണ്. അപ്പോൾ ആ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങളുടെ അപേക്ഷ അവിടെ എത്തണം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഏജ് ലിമിറ്റ് വരുന്നത് ഇവിടെ കാണാൻ സാധിക്കും 18 to 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അത് SC ST ആകുമ്പോൾ 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇൻ ദി റെസ്പെക്റ്റീവ് ട്രേഡ്, മുകളിൽ പറഞ്ഞ ട്രേഡിൽ ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഒരു ട്രേഡിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി സർട്ടിഫിക്കറ്റ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് 8ാം ക്ലാസ് വിജയം ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 1 year എക്സ്പീരിയൻസ് വിത്ത് എക്സ്പീരിയൻസ് ഓഫ് 1 year ആണ്. ആ ഒരു ട്രേഡിൽ 1 year എക്സ്പീരിയൻസും 8ാം ക്ലാസ് ഉണ്ടെങ്കിൽ അങ്ങനെ അപേക്ഷിക്കുക. രണ്ടിലേതെങ്കിലും ഒരു യോഗ്യത മതി. പിന്നെ നിങ്ങൾ മോട്ടോർ മെക്കാനിക് അതിനൊക്കെയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മോട്ടോർ വെഹിക്കിൾ ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായിട്ട് വേണം. അത് ഹെവി മോട്ടോറും ലൈറ്റ് മോട്ടോറും ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായിട്ട് ചോദിക്കുന്നുണ്ട്. അത് വേണമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ബാക്കിയുള്ള പോസ്റ്റിനാണ് മുകളിൽ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതായത് ജനറലാണ്, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു യോഗ്യതയും ലൈസൻസിൻ്റെ യോഗ്യതയും കൂടി വേണമെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അപേക്ഷാ ഫീസിൻ്റെ കാര്യം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 500 രൂപ അപേക്ഷാ ഫീസ് പറയുന്നുണ്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതർ ദാൻ SC ST ഫീമെയിലാണ് പറഞ്ഞിട്ടുള്ളത്. SC ST ഫീമെയിൽ അല്ലാത്തവർക്ക് 500 രൂപ ഫീസ് വരുന്നുണ്ട്. അത് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അപേക്ഷ റിജക്റ്റ് ചെയ്യപ്പെടും. പിന്നെ അയക്കേണ്ട അഡ്രസ്സ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. മുംബൈ പിന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ അപേക്ഷ അയക്കേണ്ടത്. സ്പീഡ് പോസ്റ്റ് ഓൺലി, സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് അവിടെ എത്തുന്നതായിരിക്കും. ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ അയക്കുകയും വേണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ അയക്കേണ്ടത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ താഴെയുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഒന്ന് കൺസിഡർ ചെയ്ത് താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകുമെന്ന് റീഡ് ചെയ്ത് അപേക്ഷിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ആവുന്നതാണ്. മെയിലും ഉണ്ട്, നമ്പർ എടുത്തിട്ടില്ല എന്നാണ് മെയിലും ഒന്ന് ചെയ്ത് നോക്കാം. എന്തായാലും മേ ബി അതിനൊന്നും റെസ്പോണ്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യാനും മറക്കേണ്ട.